നമസ്തേ. ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ സ്വാധീനവും രത്നങ്ങളും രത്നങ്ങളുടെ ഉപയോഗ രീതികളും ചർച്ചയാവുന്ന രത്നശാസ്ത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. വളരെ കളർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ രത്നങ്ങളുടെ വിശേഷങ്ങൾ നിറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളാണ് നമ്മളിങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെച്ച ഒരു എപ്പിസോഡാണ്. എനിക്കൊന്ന് പ്രേക്ഷകർക്ക് അത്രത്തോളം ഒരു സുപരിചിതമല്ലായിരുന്നു ആ രത്നം. അയോലൈറ്റ് എന്ന് പറയുന്നത് എന്ന രത്നം അത്രത്തോളം വില കുറവാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട്. രത്നത്തിന് വില കുറവുള്ള രത്നമാണ്. അതിൻ്റെ ലഭ്യത എനിക്ക് തോന്നുന്നു ധാരാളം മാർക്കറ്റിൽ സർപ്ലസ് ആയിട്ട് കിട്ടും. നമ്മൾ എടുത്ത് ഇങ്ങനെ വെച്ച ഇതൊക്കെ അടിച്ചാൽ ചിലപ്പോൾ ഒരു അമത്തിസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. മഗ്നീഷ്യത്തിൻ്റെ അളവ് കൊണ്ട് അതിൻ്റെ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമായിരുന്നു ഒരു ദിവസം തന്നെ ജനിച്ച രണ്ട് വ്യക്തികളുടെ ആ ഒരു അനുഭവങ്ങളും സ്റ്റോണുകളും എല്ലാം വ്യത്യാസമാണ്. അതായത് ആ ഒരു സമയത്തിലുണ്ടായ മാറ്റം. ജനിച്ച ദിവസം ഒന്നാണ്, പക്ഷേ ജനിച്ച സമയത്തിലുള്ള കുറച്ച് മാറ്റത്തിൽ ബർത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ലഗ്നം അല്ലെങ്കിൽ അസെൻഡൻ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ബാക്കി അന്നത്തെ പ്ലാനറ്ററി പൊസിഷൻസ് എല്ലാം ഒരേപോലെ ആയിരിക്കും നിൽക്കുന്നത്. ഒന്നിനും മാറ്റം കാണത്തില്ല. ലഗ്നം മാത്രം മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ആ രണ്ട് വ്യക്തികൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവരുടെ ജോലി മേഖലകൾ ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം. പിന്നെ അവർക്ക് ഉപയോഗിക്കുന്ന രത്നങ്ങൾ വ്യത്യാസമാണ്. ആദ്യം നമ്മൾ സംസാരിച്ച ലഗ്നം, മേടത്തിൽ ശനി നീചത്തിൽ നിൽക്കുന്ന ആളുമായിട്ടാണ്. മേടത്തിൽ നിൽക്കുന്ന ആൾ സ്വന്തം ബിസിനസ്, അതായത് കർമാധിപൻ 10ാം ഭാവാധിപൻ തന്നെ ശനി ലഗ്നത്തിൽ നിന്നപ്പോൾ സ്വന്തം ബിസിനസ്, അത് ഹാർഡ്വെയറും മെറ്റൽസ്, മോട്ടോർ വാഹനങ്ങൾ, അതിൻ്റെ സർവീസിങ്, പെയിൻറ്റിങ്, ഡെൻറ്റിങ് ഒക്കെ ആയിട്ട് വന്നതാണ്. രണ്ടാമത്തെ ആൾ അതേ ദിവസം തന്നെ കുറച്ച് ബാക്കിലോട്ടാണ് ജനിച്ചത്. 4 മണിക്കൂറിന് മുന്നേ ജനിച്ചപ്പോൾ പുള്ളി കുംഭ ലഗ്നം വന്നു. പുള്ളിക്ക് ചെറുതായിട്ട് ബ്ലൂ സഫയറോ അയലൈറ്റോ നമുക്ക് സജസ്റ്റ് ചെയ്യാം. മറ്റേ ആൾക്ക് സ്റ്റോൺ ബ്ലൂ സഫയറും അല്ല അയലൈറ്റ് അല്ല, ഒരു ബ്ലൂ കളറും പുള്ളിക്ക് മാച്ചല്ല. അവിടെ നമ്മൾ കൊടുത്തത് യെല്ലോ സഫയറും റെഡ് കോറിലുമാണ് ആൾക്ക് കൊടുത്തത്. അപ്പോൾ അവിടെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിനെ വെച്ചിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അവനവൻ്റെ പഴയ ജന്മം കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ്. പഴയ ബർത്ത് തന്നെ, പഴയ ബർത്തിൻ്റെ മൈനസും പ്ലസ്സും ആണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. നമ്മളെപ്പോഴും അത് പറയുന്നത്, അത് പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മ ഫലമാണത്. നമ്മുടെ പ്രീവിയസ് ബർത്തിലുള്ള കർമ്മഫലങ്ങളെ നമുക്ക് ദൂരീകരിച്ച് നിർത്താൻ സാധിക്കും. അതിനുള്ള ധ്യാനജപങ്ങളും അതിനുള്ള മെഡിറ്റേഷൻ രീതികളും ഒക്കെ കൊണ്ടിട്ട് ഒരു എക്സ്റ്റൻറ്റ് വരെ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അത് നമ്മൾ അനുഭവിക്കേണ്ട കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റില്ല. പരിഹാരങ്ങൾ ഇല്ല, ഒരു പരിഹാരം ഇല്ലാത്ത ഗ്രഹനിലകളും ഉണ്ട്. ഒക്കെ പിന്നെ ഈശ്വരനിൽ വിട്ടുകൊടുത്ത് ആ രീതിയിൽ ലെവലിൽ പോകണം. കാരണം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ബാക്കി പത്രം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ ഗ്രഹനിലയ്ക്ക് കാരണക്കാരൻ. അപ്പോൾ അത് നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിൽ നിന്ന് പെട്ടെന്നൊന്നും സേവ് ആകത്തില്ല. നിങ്ങളെ രത്നങ്ങൾ വാങ്ങി ധരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും തീർന്നു, ഇനി ഞാൻ നാളെ മുതൽ കോടീശ്വരനായിട്ട് സമാധാനമായിട്ട് രോഗമൊന്നും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഇല്ല. വെച്ച് ആരും പോയി സ്റ്റോൺ വാങ്ങരുത്. നമ്മളെപ്പോഴത് പറഞ്ഞു തന്നെ കൊടുക്കുന്നത്. അങ്ങനെയില്ല. അതായത് ഇന്നിട്ട് നാളെ തന്നെ എല്ലാം സോൾവ് ആയി. അതെ 7 ഗ്രഹങ്ങളും 2 ഛായാഗ്രഹങ്ങളും ഉള്ള ഇത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 1, 2, 3 ഗ്രഹങ്ങൾ കാണാം. അവരുടെ കല്ലുകൾ, കാര്യങ്ങൾ, അവരുടെ പീരീഡുകളും ഒക്കെ നമുക്ക് ഗുണകരമായിട്ട് വരും. അവരുടെ പീരീഡുകളും നന്നായിട്ട് വരും. അവരുടെ രത്നങ്ങളും നന്നായിട്ട് വരും. അതേസമയം റോങ് ആയിട്ട് നിൽക്കുന്നതും ഡെബിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ പീരീഡ് നമുക്ക് റോങ് എഫക്റ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ കല്ലും അവിടെ ഉപയോഗിക്കരുത്. അവിടെ സയൻസ് ഇപ്പോൾ ചിലരൊക്കെ ദശാകാലം അനുസരിച്ച് കല്ല് കൊടുക്കാറുണ്ട്.
ഓരോ ദശാകാലത്തിനനുസരിച്ച് ആ കല്ലെടുത്ത് പക്ഷെ അവർ കല്ല് ഗ്രഹനിലകൾ നോക്കാൻ വളരെ ഉത്തമന്മാരായിട്ടുള്ള ആൾക്കാരാണ്, നല്ല ജ്യോതിഷികളാണ്. അവർ പറയും നിങ്ങൾക്ക് ഇന്ന ദശാകാലം വരുന്നു, അത് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കല്ല് മേടിച്ച് ധരിച്ചോളൂ എന്ന് പറയാൻ പാടില്ല. ദിസ് ഈസ് മൈ പോയിന്റ്. അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ പൂർവ്വജന്മം കൊണ്ട് നമ്മുടെ നന്മതിന്മകൾ അനുഭവിച്ചു വരിക. അതിൽ തിന്മയുടെ കാലഘട്ടം വന്നു, ആ പ്ലാനറ്റിൻ്റെ ഇത് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ കല്ല് മേടിച്ചിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കുറ്റവും ചെയ്യാലോ, എന്ത് പാപവും ചെയ്യാലോ. കാരണം ഒരു കല്ലിട്ട് നമുക്ക് കല്ല് മാറ്റാണ്. കല്ല് തൊടാൻ പറ്റില്ലാത്ത ആൾക്കാരുണ്ട്, ഒരു കല്ലും മാച്ചിങ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് ഈ ദശാകാലങ്ങൾ മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഓരോ ദശാകാലങ്ങൾ മാറി വരുന്നതനുസരിച്ച് കല്ല് വാങ്ങി ഇട്ട് കഴിഞ്ഞാലുള്ളൊരു അപകട ചാൻസാണത്. അപകട ചാൻസാണത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്. വളരെ ഞാനിതിൻ്റെ മർമ്മപ്രധാനമായ പോയിന്റാണ്, സീക്രട്സ് ആണ് ഇപ്പോൾ പറയുന്നത്, പബ്ലിക് പറയുന്നത്. പക്ഷെ അത് 10 പേർക്ക് ഗുണമാകുന്നതിൽ ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ പ്രോഗ്രാം. അത് അവർക്ക് ഗുണകരമായിട്ട് വന്നോട്ടെ. അതാണല്ലോ നമ്മൾ പഠിച്ചതാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇതായിരുന്നു, ആ ഒരു ദശാകാലങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം രത്നങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഒരു ശരിയായിട്ടുള്ളൊരു മാർഗ്ഗമല്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി അതല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഈ ഓരോ ദശാകാലങ്ങൾ അല്ലെങ്കിൽ കടന്നു പോകുമ്പം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കല്ലുകളുടെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം കർമ്മ മേഖലയിലൊക്കെയാണ് ഒരാൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്ന, ആ ദശാകാലങ്ങളിൽ കടന്നു പോകുന്നതെങ്കിൽ ഓരോ വ്യക്തികളെയും എങ്ങനെയായിരിക്കും ഇപ്പം അത് അഫക്റ്റ് ചെയ്യുക? ആ ദശാകാലങ്ങൾ ഇതിപ്പോൾ നമ്മൾ ബർത്ത് ചാർട്ട് നമ്മൾ നോക്കേണ്ടി വരും. അതിനകത്ത് നമുക്ക് 10th ഹൗസ് കരിയർ ആണ്, 2nd ഹൗസ് മണി, 9th ഹൗസ് നമ്മുടെ ലക്ക് ഭാഗ്യം, എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് 10th ഹൗസിൽ ഏതെങ്കിലും പ്ലാനറ്റ് ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കും. അപ്പോൾ 10th ഹൗസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇടവ ലഗ്നം, നമ്മൾ മേടവും കുംഭവും മകരമൊക്കെയാണല്ലോ പറഞ്ഞു, ഞാൻ ഇടവ എടുക്കുന്നു. ഇടവ ലഗ്നത്തിൻ്റെ 10th ഹൗസ് എന്ന് പറയുന്നത് വീണ്ടും വന്നിരിക്കുന്നത് ശനിയാണ്, മകരമാണ്. 10th 11th പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. 10th നമ്മുടെ കർമ്മമാണെങ്കിൽ 11th നമ്മൾ അക്യുമുലേറ്റഡ് മണി, നമ്മുടെ പ്രോഫിറ്റ്, ലാഭം സ്ഥാനം എന്ന് വേണേൽ പറയാം. അപ്പോൾ അത് രണ്ടും കൈകാര്യം ചെയ്യുന്ന ആൾ ശനി അവിടെ. ഇടവലഗ്നക്കാർക്ക് യോഗകാരകനായിട്ടുള്ള ഗ്രഹം തന്നെ ശനിയാണ്, യോഗകാരകനാണ് ശനി. ഇപ്പം ആ ശനി അവിടെ ഈ കുംഭത്തിലോ മകരത്തിലോ നിൽക്കുന്നു, ശനിയുടെ ദേശാകാലമാണ്. അല്ലെങ്കിൽ തന്നെയും അയാൾക്ക് കർമ്മത്തിന് ഒരു ദോഷം ഉണ്ടാവില്ല, ജോലിയില്ലാത്ത അവസ്ഥ കാണത്തില്ല, പഠിച്ച് ക്യാമ്പസ് സെലക്ഷനായിട്ട് കയറിപ്പോവും. അല്ലെങ്കിൽ എവിടെ ജോലിയിൽ കയറിയാലും അവിടെ ഭംഗിയായിട്ട് ഉയർച്ച നിൽക്കും. കാരണം ശരിക്കും ഭാഗ്യാധിപനായിരിക്കുന്ന ശനി കർമ്മസ്ഥാനത്ത്, ഭാഗ്യാധിപൻ കൂടെയാണ് ശനി. ഭാഗ്യാധിപനും കർമാധിപനുമാണ്. ഞാൻ ലാഭാധിപൻ എന്ന് പറഞ്ഞു, ഞാൻ അത് ബൈ മിസ്റ്റേക്കിൽ പറ്റിയതായിരിക്കും. കാരണം 9ഉം 10ഉം ഭാവാധിപനാണ് ശനി. 9ഉം 10ഉം ഭാവാധിപൻ ശനി. ഇപ്പോൾ 9ാം ഭാവാധിപൻ ശനി 10ൽ കുംഭത്തിൽ നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ ഭാഗ്യമാണ്, തൊഴിൽ ഭാഗ്യം കൊണ്ട് എല്ലാ കർമ്മ മേഖലയ്ക്ക് വിളിക്കും, ഒരു കോട്ടം തട്ടില്ല. നിങ്ങൾക്ക് ഒരിക്കലും ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് പഠിച്ച് അന്ന് മുതൽ എനിക്ക് ജോലിയുണ്ട്, ഇപ്പോഴും ആ ജോലിയുണ്ട്. ജോലി സാറ്റിസ്ഫൈഡ് അല്ലേ? ജോലി സാറ്റിസ്ഫൈഡ് ആണ്. പെൻഡൗൺസൊക്കെ ഉണ്ടെന്നാലും ഓൾ ടുഗദർ നോക്കിയാൽ ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. കാരണം കർമാധിപൻ കർമ്മസ്ഥാനത്ത് വന്നു, അല്ലെ ഭാഗ്യാധിപൻ കർമ്മസ്ഥാനത്ത് വന്നു. ഇടവലഗ്നത്തിൻ്റെ 9ഉം 10ഉം ഭാവാധിപൻ ശനി 9ലോ 10ലോ നിന്നാലും മതി. 10ാം ഭാവാധിപൻ 9ൽ നിന്നു, നന്നായി. അപ്പോൾ ആ പീരീഡ് വളരെ നന്നായിട്ട് പോകും. ഇത് റോങ് ആയിട്ട് പോകുന്നത് ഇടവലഗ്നം തന്നെ എടുക്കാൻ നമുക്ക്, അപ്പോൾ പിന്നെ എളുപ്പമായിട്ട് വരും. 10ാം ഭാവാധിപൻ ശനി 7ൽ പോയി നിൽക്കുന്നു, വൃശ്ചികത്തിൽ, കൂടെ ചൊവ്വായും ഉണ്ട്. പ്രശ്നമായി. ഇവിടെ ചൊവ്വായും വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ചൊവ്വാ ശനി ബന്ധം കൊള്ളത്തില്ല.
അതായത് 9ഉം 10ഉം ഭാഗ്യവും കർമ്മവും തരേണ്ട ആൾ 7th ഹൗസിൽ പോയിട്ട് ഈ റോങ് കൺജക്ഷനിൽ നിൽക്കുകയാണ്. അപ്പം ആ സ്മൂത്ത്നെസ് കർമ്മരംഗത്ത് സ്മൂത്ത്നെസ് കാണത്തില്ല. ശനിയുടെ പീരീഡൊക്കെ വരുമ്പോഴും അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഈ വ്യക്തിനെ എഫക്റ്റ് ഏഴരശനിയൊക്കെ വന്നാലും എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കെപ്പോഴും കർമ്മത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ കർമ്മരംഗം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഇടവലഗ്നക്കാരൻ്റെ കാര്യം പറഞ്ഞാൽ കർമ്മരംഗം നന്നായിട്ട് നിൽക്കുന്നു. 9ഉം 10ഉം ഭാവാധിപൻ 9ലോ 10ലോ അവിടെ നിൽക്കുന്നു ശനി. ഓക്കെ. അതേസമയം തന്നെ വേറൊരു ഇടവലഗ്നക്കാരന് ശനി പോയി 7th ഹൗസ് എന്ന് പറയുന്ന വൃശ്ചികത്തിൽ ചൊവ്വയുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ കർമ്മരംഗത്തിന് ചെറിയ ഒരാട്ടം വന്നു. ഇപ്പോഴൊരു കൺസിസ്റ്റൻസി കുറവോടെ വന്നു. ഇതെല്ലാം വന്നെങ്കിലും പിന്നെ നമ്മൾ നോക്കുന്ന ഈ ബുധൻ എവിടെ നിൽക്കുന്നു എന്നുള്ള 2ാം ഭാവാധിപൻ ബുധൻ അത് ആ 2ൽ തന്നെ നിൽക്കുന്നോ അതോ 5ൽ എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നു. ഇത് ഏതെങ്കിലും സംഭവിച്ചാലും എവിടുന്നോ എന്തൊക്കെയോ വന്ന് ആൾക്ക് ഒരിക്കലും ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. ബുദ്ധിമുട്ടുകൾ വരും, പക്ഷെ എല്ലാം പരിഹരിച്ച് പോകും. അപ്പോൾ അവിടെ ബുധൻ സപ്പോർട്ടീവാണ്. അവിടെ നമ്മൾ എമറാൾഡ് കൊടുക്കുന്ന 5 or 6 ക്യാരറ്റ് എമറാൾഡാണ് കൊടുക്കുന്നത്. കാരണം എമറാൾഡ് നല്ല ബുധൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ശനിയുടെ കല്ല് കൊടുക്കുന്നില്ല, കാരണം ശനിക്ക് റോങ് പ്ലേസ്മെന്റ് ആണ്. 7th ഹൗസിൽ പോയിട്ട് റോങ് 7th ഹൗസ് തന്നെ ഒരു വിഷയമുള്ള അത്ര നല്ലൊരു പാർട്ട്ണർഷിപ്പാണ്. ശുഭഗ്രഹങ്ങൾ നിന്നാലും നല്ലതാണ്. അല്ലെങ്കിൽ 7th ഹൗസ് ഭയങ്കര റോങ് എഫക്റ്റ് ഉണ്ടാക്കും. 7ൽ ചൊവ്വായി, 7ൽ രാഹു, 7ൽ കേതു. അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് വരാൻ ഞാൻ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാം. അപ്പം നമ്മൾ കർമ്മരംഗത്തിൻ്റെ കർമാധിപൻ്റെ പീരീഡാണെന്നും പറഞ്ഞ് റോങ് സൈഡിൽ നിൽക്കുന്ന കർമാധിപൻ്റെ കല്ല് വാങ്ങി തരിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അത് പ്രശ്നം വീണ്ടും വീണ്ടും. പക്ഷേ നമുക്ക് ആ പറയുന്ന പോലെ ആ ഇടവലഗ്നക്കാരന് ബുധൻ അനുയോജ്യനാണെങ്കിൽ ബുധൻ്റെ സ്റ്റോൺ കൊടുത്താൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരും. ഒന്നാമത് ഇടവലഗ്നം ആ കർമാധിപൻ പോയി ജലരാശിയിൽ നിന്ന് പുള്ളിക്ക് വിദേശത്ത് നിന്ന് പുറത്തു പോകാനുള്ളൊരു വഴി ഉണ്ടാവും. നേരം പുറത്താണ് ആളുടെ ഒരു കർമാധിപൻ എവിടെ പോയി നിൽക്കുന്നതെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ്. നല്ല ശുഭഗ്രഹങ്ങളോടൊത്താൻ നിൽക്കുന്നതെങ്കിൽ ആ ശുഭസ്ഥാനം ഉണ്ടാവും അവിടെ. കർമാധിപൻ നല്ല വീനസ്, അതായത് ശുക്രനുമായിട്ട് നിന്നാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീൽഡിൽ വരും. ലക്ഷൂറിയസ് ആയിട്ടുള്ള കർമ്മരംഗമായിട്ടുള്ള ഒരു ലക്ഷൂറി ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ ഓഫീസൊക്കെ ചെന്നാൽ വളരെ ലക്ഷൂറിയസ് ടച്ചിലായിരിക്കും അവർ ഇരിക്കുന്നത് തന്നെ. ഇത്ര വ്യത്യാസം നമ്മൾ കീനായിട്ട് പഠിക്കുമ്പോഴേക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു 7th ഹൗസിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതിൽ ഈ പറയുന്ന ഈ കേതുവിൻ്റെയൊക്കെ ഒരു പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ചിലപ്പം ഭയങ്കര റോങ് ആയിട്ട് സംഭവിക്കാം. ചോദിച്ചിരുന്നത് 7th ഹൗസ് കേതുവിൻ്റെ ദശാകാലമാണ്. എനിക്ക് കേതുവിൻ്റെ സ്റ്റോൺ ധരിക്കാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതെ, അതാണ് ആ ഒരു പ്രേക്ഷകൻ്റെ ഒരു സംശയം തന്നെ. കേതുവിൻ്റെ ആ ഒരു പീരീഡിലൂടെ കടന്നു പോവുകയാണ്. അപ്പം അതിൻ്റെ രത്നം കൂടെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? 2018 വിശാഖം നാളാണ്. 2018 മുതൽ 25 വരെ കേതുർദശയാണ്. ചിങ്ങലഗ്നം. 7th ഹൗസിൽ കേതുവും ബുധനും സൂര്യനും നിൽക്കുന്നത്. 7th ഹൗസ്. അപ്പോൾ ഇവർ 3 പേര് നിൽപ്പുണ്ടെങ്കിലും കേതുവിനാണ് ആ റോള് പുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലീഡ് 2018 മുതൽ പുള്ളി ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ 7th ഹൗസിലേക്ക് വരുവാണ്, ഞാനായിരിക്കും ഇത് ഭരിക്കുന്നത്. അതാണ് പുള്ളിയാണ് ആ സമയത്ത് അവിടെ റൂൾ ചെയ്യുന്ന ആൾ. അപ്പോൾ അതിൻ്റെ കല്ല് ഉപയോഗിക്കാമെന്ന് വയ്ക്കും. അപ്പോൾ 7th ഹൗസ് എന്ന് പറയുന്നത് തന്നെ ഒരു മാരക സ്ഥാനമാണ്. ഞാനിപ്പോൾ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ. അതിൻ്റെ ദശാകാലങ്ങളിലുള്ള കല്ലുകൾ ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ധരിക്കരുതെന്നല്ല, ധരിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കണം. അത് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള. കാരണം 7th ഹൗസ് വളരെ 10th ഹൗസ് പോലെ ഇമ്പോർട്ടൻ്റ്. 7th ഹൗസ് നമ്മുടെ പാർട്ട്ണറാണ്. ലൈഫ് പാർട്ട്ണർ ആകാം, ഇല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആകാം. രണ്ടും ഇമ്പോർട്ടൻ്റ്. ലൈഫ് പാർട്ട്ണർഷിപ്പാണല്ലോ ഏറ്റവും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അയാൾക്ക് റോങ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ് അത്. ഈ പറയുന്ന 7th ഹൗസിൽ
ആ വ്യക്തിക്ക് കേതുവിൻ്റെ ആ ഒരു പീരീഡാണ്. അപ്പം അതിൽ ആ ഒരു കേതുവിൻ്റെ രത്നം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് ആൾ ചോദിച്ചിരുന്നത്. പക്ഷെ അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആ ഒരു രത്നധാരണത്തിലേക്ക് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ചേരില്ല. ഈ ചാർട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം. കാരണം കേതുർദശ തുടങ്ങിയപ്പോൾ മുതൽ പുള്ളിയുടെ വൈഫിന് ആണ് സിക്നസ് മുഴുവൻ ഉണ്ടായത്. പാർട്ട്ണർ സൈഡിലേക്ക് പോയത് വളരെ മോശമാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ഇതിലുണ്ട്. കണ്ടമാനം പൈസയും ഇതും ഹോസ്പിറ്റലാണ് ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ്. അസുഖം ഇച്ചിരി മേജറായിട്ടുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പം ആ 7ാം ഭാവാധിപൻ്റെ പീരീഡ് തുടങ്ങിയപ്പോൾ തന്നെ അത് ഏത് കേതുവിൻ്റെ പീരീഡാണ്. ഒരു തല ഇല്ലാത്ത ഒരു ആള് എന്ന് വേണം പറയാം. അപ്പം കേതുവിൽ നിന്ന് കേതു എന്ന് പറയുമ്പോൾ തന്നെ അരിഷ്ടതയാണ് അതിനകത്ത് വരുന്നത് ഈ ഒരു പൊസിഷൻകാർക്ക്. പ്രത്യേകിച്ച് ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്തായാലും അതിനും പ്രശ്നങ്ങൾ വരും. ഇയാൾക്കൊക്കെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നല്ലതല്ല. 7ൽ കേതുവും റോങ് പ്ലാനറ്റ്സ് നിന്നാൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ 7ൽ നല്ല ശുഭഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ധനു ലഗ്നം, 7ൽ വ്യാഴദശാകാലമാണെങ്കിൽ എങ്കിൽ പോലും ചെറിയ എലോസ് അഫെയർ അല്ലെ സിട്രിന് ഒക്കെ ആൾക്ക് ഉപയോഗിക്കാം, ചെറുതായിട്ട് ഉപയോഗിക്കാം, ഒരു ചെറിയ ബലം കൊടുക്കാനായിട്ട്. എന്നാലും വലിയ 5 ക്യാരറ്റോ 6 ക്യാരറ്റോ എലോസ് അഫെയർ ഒന്നും ചേരത്തില്ല. ലഗ്നാധിപനാണെങ്കിൽ പോലും ചേരില്ല. ആ ഡാമേജ് ആ 7th എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്പോൾ അതുകൊണ്ടാണല്ലോ 7ൽ ചൊവ്വയൊക്കെ വരുന്നവർക്ക് പിന്നെ കല്യാണത്തിൻ്റെ പ്രോബ്ലംസൊക്കെ വരുന്നത്. ചൊവ്വാദോഷം എന്ന് പറയുന്നത് 7th ഹൗസിൽ ചൊവ്വ, അത് പാർട്ട്ണറെ എഫക്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടും. അത് 7th ആൻഡ് 8th ഹൗസസിന് നല്ലതല്ല, പ്രത്യേകിച്ച് ലേഡീസിന്. 7 അവരുടെ മാരേജ്, 8th അവരുടെ ഹസ്ബൻഡിൻ്റെ ദീർഘായുസാണ്. 8ൽ ചൊവ്വയൊക്കെ നിന്നാൽ അവർക്ക് ഒരുപാട് പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകാം. പാർട്ട്ണർക്കാണ് വരുന്നത്, അതാണ്. അപ്പോൾ അവിടെയുള്ള ഈ 7th അല്ലെങ്കിൽ 8th ഹൗസിൽ ഉള്ള ആ ഒരു രത്നധാരണം അല്ലെങ്കിൽ ആ ഒരു ഗ്രഹങ്ങളുടെ പീരീഡിനനുസരിച്ചുള്ള രത്നധാരണമൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഒരു കാറ്റ്സൈ വാങ്ങിച്ചിട്ടോടൊന്ന് പറയരുത് ഒരിക്കലും. 7ലെ കേതുവാ ദോഷമാണ് എന്നാൽ ഒരു കാറ്റ്സൈ മേടിച്ചിട്ടൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, ഈ കേതുവിൻ്റെ രത്നമാണ് കാറ്റ്സൈ. കേതുവിൻ്റെ രത്നം കാറ്റ്സൈ ആണ്. അത് ക്രിസോബൽ എന്ന് പറയുന്ന മിനറലുള്ളതാണ് കറക്റ്റ് നമ്പർ 1 കാറ്റ്സൈ. കോട്സ് കാറ്റ്സൈ ഉണ്ട്, അതിൻ്റെ നേർരേഖയ്ക്കൊന്നും അത് കോട്സ് കാറ്റഗറിയാണ്. ഇത് ക്രിസോബിൽ കാറ്റഗറി, ബെറിൽ കാറ്റഗറി പെടും ഈ കാറ്റ്സൈ. മറ്റേത് കോട്സ് കാറ്റഗറിയാണ്. അപ്പം അത് കേതുവിൻ്റെ പീരീഡാന്ന് പറഞ്ഞിട്ട് ഇയാളൊരു കാറ്റ്സൈയും കൂടെ വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ വീണ്ടും കുറച്ചും കൂടെ വഷളാവും അല്ലേ? രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമിക്ക് എന്ന് പറഞ്ഞു നവഗ്രഹ സ്തോത്രത്തിൽ കേതുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് നമുക്ക് അവിടെ ഏത് രത്നമായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക? ഇദ്ദേഹത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ എക്സോൾട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഉച്ചസ്ഥിതിയാണ്. ചൊവ്വയുടെ കല്ലെന്ന് ഭാഗ്യാധിപൻ കൂടെയാണ്. കാരണം ഇതിൽ നോക്കുമ്പോൾ പുള്ളിയെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ചൊവ്വയാണ്. ഓക്കെ, വ്യാഴവും കുറച്ച് സപ്പോർട്ടീവാണ്, എന്നാലും ചൊവ്വ സപ്പോർട്ടീവ് ഭാഗ്യാധിപനാണ്. അപ്പോൾ പുള്ളിക്ക് ഞാൻ കോറൽ കൊടുക്കാൻ പോയില്ല, കോറൽ സജസ്റ്റ് ചെയ്തില്ല. റെഡ് കോറലാണ് ചൊവ്വയുടെ. കാരണം ഓൾറെഡി എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുക. റെഡ് കർണേലിയൻ എന്ന് പറയുന്ന അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കല്ല്, അതായത് ചൊവ്വയുടെ കോറൽസിൻ്റെ ഉപരത്നങ്ങളിൽ പെടുന്ന റെഡ് കർണേലിയൻ, അതിൻ്റെ ബാൻഡോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ. അതായത് ഇദ്ദേഹത്തിന് പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒന്നും വേണ്ട എന്നർത്ഥം. ഹാർഡ്നെസ് കുറച്ച് കുറവുള്ള ഉപരത്നങ്ങളിൽ പെടുന്ന ഒരു രത്നമാണ് കൊടുത്തിരിക്കുന്നത്. നവരത്നങ്ങളും ഒട്ടും ചേർത്തില്ല. കാരണം ഈ മാരകസ്ഥാനത്ത് നിൽക്കുന്ന 3 ഗ്രഹങ്ങൾ, ചന്ദ്രന് നീചത്വം, ഇതെല്ലാം നവരത്നങ്ങളിലും പെടും. നവരത്ന മോതിരങ്ങളോ ലോക്കറ്റുകളോ ഉപയോഗിക്കരുത്. ചെറിയ റെഡ് എനർജി തരുന്ന കല്ല്, അത് അധികം ആവണ്ട. അപ്പോൾ അത് പുള്ളിയെ കുറേശ്ശെ ആ റെഡ് എനർജി കിട്ടും. എന്നാൽ ലഗ്നാധിപൻ സൂര്യൻ തന്നെ 7ലാണ് പോയി നിൽക്കുന്നത്. അതും അത്ര നല്ലതല്ല. ഈ 7ലെ സൂര്യനും നല്ലതല്ല. സൂര്യനും ഒരു പാപഗ്രഹം, അത് പോയി 7ൽ നിൽക്കുന്നത് നല്ലതല്ല. അപ്പം അതുകൊണ്ട് റൂബിയൊന്നും കൊടുത്തിട്ടില്ല.
പെട്ടെന്ന് ആൾക്കാർ ലഗ്നാധിപൻ്റെ കല്ല് കൊടുക്കരുതെന്ന് ചോദിക്കുമല്ലോ. ഉണ്ടല്ലോ കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നിട്ടുള്ളൂ. ആൾക്കാർക്കുള്ള പൊതുവെ ഒരു സംശയമാണ് ലഗ്നാധിപന്റെ കല്ല് ഉപയോഗിക്കാം അല്ലെങ്കിൽ ദശാകാലങ്ങളിൽ റൂബി ധരിച്ചു അതൊക്കെ നമുക്ക് റോങ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും ഈ 7th ഹൗസ് ഇപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ ഈ 7th ഹൗസിൽ അതാത് ഗ്രഹങ്ങളുടെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കല്ലുകൾ ഉപയോഗിക്കുന്നതൊക്കെ വളരെ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആളുടെ ചാർട്ട് വിശകലനം ചെയ്തിട്ടില്ലേ നമുക്ക് അതിലേക്ക് പോകുന്നല്ലേ എപ്പോഴും നല്ലത്. 7th ഹൗസിൻ്റെ പീരീഡ് നടക്കുമ്പോഴോ അല്ല 7th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിലോ കല്ലുകൾ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ഓക്കെ, ഇൻ ജനറൽ ചില കേസിൽ നമുക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഗ്രഹങ്ങളുടെ കല്ലുകൾ അധികം ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലഗ്നാധിപൻ 7ൽ നിൽക്കുന്നത് കൊണ്ട് ചില കല്ല് ധരിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവർ നടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെറിയ സ്റ്റോൺസുകൾ കൊടുക്കാം. നിങ്ങൾ കല്ല് ധരിച്ചില്ല കുഴപ്പമില്ല, നിങ്ങൾ കല്ല് ധരിച്ചാൽ അനേക ഗുണങ്ങളുണ്ടാകും. കല്ല് ധരിച്ചില്ലെങ്കിൽ എന്താ സാറേ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ധരിച്ച് നല്ല കറക്റ്റായുള്ള കല്ല് ധരിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. നല്ല ഭക്ഷണം കഴിക്കണോ സാർ ഇതൊക്കെ മതിയോ എന്ന് ചോദിക്കുന്ന പോലെ ആണിത്. എന്തും നല്ല സാധനങ്ങൾ നല്ല കാര്യങ്ങൾ അല്ലേ, അതാണല്ലോ ഒരു വ്യക്തിയെ എപ്പോഴും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല അഫർമേഷൻസ് അതെ അല്ലേ, മൈൻഡ്ഫുൾനെസ്, ചെറിയ എക്സസൈസുകൾ. ഇപ്പം എക്സസൈസ് ഇല്ലാതെയും ആൾക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഡെയിലി ഒന്ന് പുറത്തിറങ്ങി കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ചെറിയൊരു എക്സസൈസ് ചെയ്താൽ ആ വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും മൂവ് ചെയ്തിരിക്കുക, കാലും കൈയോ കനക്കി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ശുദ്ധജലം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ആവശ്യത്തിനുള്ള പ്രോട്ടീനൊക്കെ ചെല്ലുക. ഇത് പല കാര്യങ്ങളില്ലേ. അന്ന് പറഞ്ഞ പോലെ തന്നെ രത്നങ്ങൾ നമുക്ക് ഏറ്റവും ഈ പ്രകൃതി തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിഹാരമാണ്. നമ്മുടെ മനുഷ്യന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷനും പരിഹാരവും എല്ലാമാണ്. പക്ഷെ അത് കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വേണ്ട രീതിയിൽ ധരിച്ചാൽ ഫലമാണ്. കൃത്യമായിട്ട് നിർണയിച്ച് കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലും ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണങ്ങൾ എന്തായാലും ആ വ്യക്തി. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ളതും ലാബിൽ നിന്ന് വരുന്നതൊക്കെയുള്ള രത്നങ്ങളുണ്ട്. അതൊന്നും വാങ്ങി ധരിച്ചുകൊണ്ട് ഈ ഫലം കിട്ടത്തില്ല. നല്ല രത്നങ്ങൾ വേണം ധരിക്കാനായിട്ട്. കാറ്റ്സയ്യ ഒക്കെ ഉപയോഗിക്കുന്ന ഇത് അനുകൂലമായിട്ടുള്ളവർക്ക് ക്രിസോബറിൽ കാറ്റ്സൈ ഉപയോഗിക്കാവുള്ളൂ. കോറൽസ് ആണ്, ബ്ലീച്ച് ചെയ്യാത്ത കോറൽസ് വേണം ഉപയോഗിക്കാൻ. കോറലാണെന്ന് വെച്ചാൽ കോറലുണ്ട്, ബ്ലീച്ച്ഡ് ആണോ അതറിയത്തില്ല. ബ്ലീച്ച് ചെയ്യാത്ത നല്ല കോറൽസ് ഉപയോഗിക്കാം. യെല്ലോ സഫയർ ഇളം പെയിൽ യെലോയിഷ് കളറുകൾ മാത്രം, ഒരുപാട് കളർ കയറ്റി ഭയങ്കര ഭംഗി വെട്ടിത്തിളങ്ങുന്ന അങ്ങനെ കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ അതിനകത്ത് അത് ഈ ബെർലിയം എന്ന് പറയുന്ന കെമിക്കൽ ഇഞ്ചെക്റ്റ് ചെയ്ത് അത് വളരെ എൻഹാൻസ് ചെയ്തുണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്നും നമുക്ക് പ്രയോജനമില്ല. റൂബി എപ്പോഴും എമറാൾഡ് എപ്പോഴും ക്രാക്ക് വീഴുന്ന, അത് മൈൻ ചെയ്യുമ്പോഴേ പൊട്ടും. ഇപ്പോൾ പൊട്ടുമ്പോൾ എന്താ ചെയ്താൽ പൊട്ടിയാൽ ലോസ് വരാതിരിക്കാനായിട്ട് ഇപ്പോഴത്തെ ടെക്നിക്കാണ് ഗ്ലാസ് ഫില്ല് ചെയ്യുക അതിനകത്ത്. ഇപ്പം നമ്മൾ കല്ല് കൊടുക്കുമ്പോൾ സാർ ഇതിന് തിളക്കമില്ലല്ലോ, ഇതാണ് കാര്യം. നമ്മുടെ ഇതിനകത്ത് ഗ്ലാസ് ഫില്ലിംഗ് ഇല്ല. നമ്മുടെ കടയിൽ കൊണ്ട് ഗ്ലാസ് ഫില്ലിംഗ് തരാൻ നമുക്കിതറിയാം. അല്ലെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് വർഷങ്ങളായിട്ടുള്ളവരാ അതിൻ്റെ പരിചയമുണ്ട്. അവർ കണ്ടാലും അറിയാം സാർ ഇത് ഗ്ലാസ് ഫില്ലാണല്ലോ എന്ന് അവരെന്തായാലും പറയും. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ നമുക്ക് രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ചൊക്കെ ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നന്ദി, നമസ്കാരം.